കോഴിക്കോട് ബസ് സ്റ്റോപ്പ് തകർന്നു വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പാണ് തകർന്നത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, എങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് തകർന്നത്? അതുപോലെ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ ഏതു തരത്തിലാണ്? വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലുള്ളതല്ല. ഈ ബസ് സ്റ്റോപ്പ് കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ്. ഇതിന്റെ തൂണുകൾ തുരുമ്പെടുത്ത് ആണ് തകർന്നു വീണത്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രദേശത്ത് കനത്ത കാറ്റൊക്കെ അടിച്ചിരുന്നു. ഇതുകൊണ്ട് കൂടി കൂടുതൽ ദുർബലമായ മേൽക്കൂര ഈ തുരുമ്പുകൂടെ എടുത്തതോടെ തകർന്നു വീഴുകയാണെന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും കൂടുതൽ ആളുകൾക്ക് അപകടം പറ്റിയിട്ടില്ല. കാരണം ഈ മേൽക്കൂര പൂർണ്ണമായും തൂണുകൾ ഒടിഞ്ഞ് റോഡിലേക്ക് തകർന്ന് വീഴുകയായിരുന്നു. എന്തായാലും പരിക്ക് പറ്റിയ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ആശങ്കപ്പെടുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാത്തത്. എന്തായാലും ഇത്തരം നിരവധി ബസ് സ്റ്റോപ്പുകൾ ഇത്തരത്തിൽ തുരുമ്പെടുത്ത നിലയിൽ ഉണ്ട് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതെല്ലാം കൃത്യമായി പരിശോധിച്ച് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് എന്നാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപം. എന്തായാലും നിരവധി ഇത്തരത്തിൽ അപകടാവസ്ഥയുള്ള നിരവധി ബസ് സ്റ്റോപ്പുകൾ പലയിടങ്ങളിലും ഉണ്ട് എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. സ്വാതി. ശരി രതീഷ്, കോഴിക്കോടാണ് ഇത്തരത്തിൽ ബസ് സ്റ്റോപ്പ് തകർന്നു വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയില്ല എങ്കിൽ പോലും ബസ് സ്റ്റോപ്പിന്റെ കാലപ്പഴക്കമാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് ലഭിക്കുന്ന വിവരം.